ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് പരിപ്പ്. പരിപ്പിനെ ഞാൻ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചിലരൊക്കെ ചെറുപയറെടുത്ത് ചൂടാക്കി അത് പൊടിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുറച്ച് തൊലിയിരിക്കും, അങ്ങനെയാണ് പരിപ്പ് വെക്കുന്നത്. ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് പരിപ്പ് വെക്കുന്നത്. നമുക്ക് ആ പരിപ്പൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ പരിപ്പ് ഇതാ ചെറുതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി ഒരു കുക്കറിലോട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായി കഴുകിക്കൊണ്ട് വന്ന പരിപ്പ് നമുക്കിതാ കുക്കറിലോട്ടിട്ട് വേവാനായിട്ട് വെള്ളം ഒഴിച്ചു വെക്കാം. വേവാനായിട്ട് വെക്കുന്ന കൂട്ടത്തിൽ ഇതിനകത്ത് മഞ്ഞളും ഉപ്പും കൂടി ഇട്ടാണ് വേവിക്കുന്നത്. വെള്ളം സ്വല്പം കൂടുതൽ വെക്കണം, കാരണം ഇത് കുറുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കുറച്ച് ഇച്ചിരി ഏറെ വെള്ളം വെച്ചാലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി, ഉപ്പ്. കുക്കർ അടച്ച് 2-3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ പരിപ്പ് വളരെ കുറഞ്ഞ അളവിലല്ലേ വെക്കുന്നത്. പിന്നീട് വേണ്ടത് വെളുത്തുള്ളി, ജീരകം, സ്വല്പം മഞ്ഞൾപ്പൊടി, തേങ്ങയ്ക്ക് ആവശ്യമുള്ളത്. പിന്നീട് വേണ്ടത് 2 പച്ചമുളക്. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. പരിപ്പിന് അധികം എരിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനൊരു സ്വാദ് കാണത്തില്ല. അതുകൊണ്ട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ചെടുക്കുക. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പും വെന്ത് കിട്ടും. പരിപ്പ് വേവാനായിട്ട് 4 വിസിൽ ഞാൻ വരുത്തിയിട്ടുണ്ട്. കാരണം അല്പം പരിപ്പും വലിയ കുക്കറും ആയതുകൊണ്ട് വേവാനായിട്ട് താമസം പിടിക്കും. ചെറിയ കുക്കറും ഏറെ പരിപ്പും ഉണ്ടെങ്കിൽ ഒരു 2-3 വിസിൽ മതി, നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി നമുക്ക് തുറന്ന് നോക്കാം പരിപ്പ് വെന്തോന്ന്. ചൂടില്ലാത്തത് കൊണ്ടാണ് കുക്കറിൻ്റെ അടപ്പങ്ങോട്ട് വെച്ചത്. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വീണ്ടും ഗ്യാസിലോട്ട് തന്നെ നമുക്ക് നോക്കാം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം, ഗ്യാസ് ഓൺ ചെയ്തിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തില്ല, ഗ്യാസ് ഓൺ ചെയ്യട്ടെ. ഗ്യാസ് ഓൺ ചെയ്തു. ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കരുത്, കാരണം പരിപ്പ് നമ്മൾ തിളപ്പിക്കാറില്ല. നന്നായിട്ട് ചൂടാക്കിയെടുക്കത്തേ ഉള്ളൂ. പുളിശ്ശേരിയുടെ കാര്യം പറഞ്ഞതുപോലൊക്കെ നന്നായിട്ട് ചൂടാക്കിയെടുക്കും. അതുകൊണ്ട് പരിപ്പ് എപ്പോഴും സദ്യയിൽ ലാസ്റ്റിലേ വെക്കാവുള്ളൂ. നമ്മൾ നന്നായിട്ട് തിളപ്പിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് വളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിപ്പ് നമ്മൾ എപ്പോഴും ലാസ്റ്റിലേ വെക്കാവുള്ളൂ. നന്നായിട്ട് ഇളക്കി ചൂടാക്കിയെടുക്കണം. തിളപ്പിക്കാറില്ല. ഉപ്പ് നോക്കിയപ്പോഴേ സ്വല്പം ഉപ്പൂടെ വേണമായിരുന്നു, നമുക്ക് ഉപ്പ് ചേർക്കും. നമ്മുടെ പരിപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി ഇത് കടുക് വറുത്ത് ചേർക്കാം. പരിപ്പ് കടുക് വറക്കുന്നതിന് ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്.
നെയ്യോ വെളിച്ചെണ്ണയോ അവരവരുടെ സൗകര്യം പോലൊക്കെ ഉപയോഗിക്കാം. ഇവിടെ എല്ലാവർക്കും നെയ്യ് ഇട്ട് കടുക് വറക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് നെയ്യ് ചേർക്കുന്നത്. നെയ്യ് ഒഴിച്ചു. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽ മുളക് ചേർക്കും. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തത് നമുക്കിനി പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് തയ്യാറായി. ഇത് ഈ പാത്രത്തിൽ കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ പരിപ്പ് തയ്യാറായി. പരിപ്പ് കഴിക്കുന്നതിനുള്ള കോമ്പിനേഷനാണ് പരിപ്പ്, നെയ്യ്, പപ്പടം. ഇങ്ങനെയാണ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചോറും പരിപ്പും കൂടെ കഴിക്കുന്നത്.